ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള രസഗുളയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ രസഗുള തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരണം. സാധാരണ നമ്മൾ രസഗുള വലിയ കാശൊക്കെ കൊടുത്ത് പുറത്തുനിന്നാണ് വാങ്ങാറുള്ളത്. കാരണം ഒരു തവണ ഈ രസഗുള ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് പിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണിത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പാലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു നാരങ്ങയുടെ ജ്യൂസാണ്. ഇത് ഒരല്പമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ലെമൺ ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കട്ടയായിട്ടായിരിക്കും പിരിഞ്ഞിട്ട് വരുന്നത് പാല്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് വളരെ കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് പാല് പിരിച്ചെടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പനീറാണ് തയ്യാറാക്കേണ്ടത്. ഈ പാലും പനീറും സെപ്പറേറ്റ് ആയിട്ട് പിരിഞ്ഞിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പനീർ മാത്രമായിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഈ ബൗളിലേക്ക് നമുക്കിനി ഒരു കോട്ടൺ തുണി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ പനീറിൽ ഫുള്ളും കുറച്ച് പുളിപ്പുണ്ടാകും. നാരങ്ങയുടെ ആ ഒരു പുളിപ്പാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഒരല്പം പോലും വെള്ളം ഇല്ലാതെ നമ്മൾ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് എടുക്കണം. പനീർ മാറ്റിയതിന് ശേഷമുള്ള ഈ വെള്ളം നമ്മൾ കളയരുത്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ അതിൽ ചേർക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലും നമുക്കിത് ചേർക്കാം. അപ്പോൾ അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ പനീർ ഇപ്പം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ അത്രയും സമയം കൊണ്ടിട്ട് ഇതിലെ വെള്ളം ഫുള്ളും പോയി കിട്ടും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇത് ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല, അതുകൊണ്ടിട്ടാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചിട്ട് എടുക്കണം. ഒരല്പം പോലും തരി ഇല്ലാതെ നമ്മളിത് കുഴച്ചെടുക്കണം. ഒരു 3 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അത്രയും സമയം കൊണ്ടിട്ട് മാത്രമേ ഈ തരിയൊക്കെ പോയിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. നമ്മുടെ പനീർ ഇപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് തയ്യാറാക്കാം. ക്രാക്സ് ഒന്നും ഇല്ലാതെ വേണം നമ്മളത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അതാ ഈ ഒരു അളവിലുള്ള ബോൾസാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലും വലുതായിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചെറിയ സൈസായിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ ഡബിൾ സൈസായിട്ടാണ് വരുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു സൈസിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. 2 കപ്പ് ഷുഗറിന് 4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു 2 ഏലക്ക കൂടി ചേർക്കുകയാണ്. ഇനി ഈ ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ 2 ഏലക്കയും എടുത്ത് മാറ്റാം. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന രസഗുള ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് ഈ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അത്രയും സമയം കൊണ്ടിട്ട് ഡബിൾ സൈസായിട്ട് വരും. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ രസഗുള ബോൾസ് എല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെച്ച ഉടനെ തന്നെ ഇത് കഴിക്കരുത്. കാരണം ഇത് ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് കുറച്ചുകൂടി ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് കഴിക്കാവൂ. നമ്മൾ സാധാരണ ഗുലാബ് ജാമൊക്കെ വെക്കുമ്പോഴത്തേക്കും 2 മണിക്കൂർ ഇട്ടിരിക്കില്ലേ, അതുപോലെ.
അപ്പോൾ ഇതിന് ശേഷവും നമ്മളിനി പുറത്തുനിന്ന് വലിയ കാശൊന്നും കൊടുത്ത് ഇത് വാങ്ങേണ്ട കാര്യമേ ഇല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.